മലയാളത്തിന്റെ സ്വന്തം ഗുരു MK സാനുവിന് സാംസ്കാരിക കേരളത്തിന്റെ യാത്രാമൊഴി. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അധ്യാപകൻ, സാഹിത്യകാരൻ, നിരൂപകൻ എന്നിങ്ങനെ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ പേരാണ് MK സാനു. അപ്രതീക്ഷിതമായ സാനു മാഷിന്റെ വേർപാടറിഞ്ഞ് നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ശിഷ്യരും ടൗൺ ഹാളിലും രവിപുരം ശ്മശാനത്തിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ടൗൺ ഹാളിൽ അനുസ്മരണ യോഗവും നടന്നു. സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചയാളാണ് MK സാനുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി അനുസ്മരിച്ചു. മാഷ് നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും മാലിന്യം കലരാതെ സൂക്ഷിക്കണം. അപ്പോൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് സാനു മാഷ്. നമ്മൾ അദ്ദേഹത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളണം. പല മനുഷ്യരുടെ ഒരു പേരാണ് MK സാനുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുസ്മരിച്ചു. നിരവധി ആളുകളുടെ കഴിവ് എല്ലാം ചേർന്ന് ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ എന്താണോ അതാണ് സാനു മാഷ്. എത്രയോ കാലം കാത്തിരുന്നാണ് സാനു മാഷ് രൂപപ്പെട്ട് വന്നത്. വീണു പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് MK സാനു വിടവാങ്ങുന്നത്. ആശുപത്രിയിലാകുന്നതിന് തൊട്ടു മുൻപും സാംസ്കാരിക പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു. 98 വയസ്സുകാരനായിരുന്ന MK സാനു. ന്യൂസ് മലയാളം, കൊച്ചി.